ജീവിതത്തിൽ എന്തെങ്കിലും നേടണം, വളരണം എന്നാഗ്രഹിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ അതിനുള്ള വഴി കണ്ടുപിടിക്കാറ് വളരെ ബുദ്ധിമുട്ടിയാണ്. എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാം, ഒരു വളർച്ച നമുക്ക് എങ്ങനെ സാധ്യമാകാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെല്ലുവിളികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വരുന്ന ഏതൊരു വെല്ലുവിളിയും ഏതൊരു ടാസ്കും നമ്മൾ സ്വീകരിക്കണം. ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാം. പക്ഷേ അതിൽ നിന്നും തളർന്നു പോകാതെ എന്ത് വെല്ലുവിളിയും സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് നമ്മൾ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിമർശനങ്ങൾ നേരിടാൻ പഠിക്കുക. നമുക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. പക്ഷേ അതൊന്നും പേഴ്സണലായിട്ട് എടുക്കാതെ അതിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ആൾക്കാരും നമ്മളെ വിമർശിക്കുമ്പോൾ അതിൽ ലോജിക്കുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കൂ. ലോജിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തണം. അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജിജ്ഞാസ വളർത്തുക. അതായത് പുതിയ പുതിയ അറിവുകൾ തേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഓരോ പുതിയ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയുവാനും കൂടുതൽ അന്വേഷിക്കുവാനുമുള്ള മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ലഭിക്കുന്ന പുതിയ അറിവിലൂടെയാണ് നാം ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ എഫേർട്ട് നോട്ട് റിസൾട്ട് എന്നാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കിട്ടുന്ന റിസൾട്ട് എന്തു തന്നെ ആയിക്കോട്ടെ, ജയമോ തോൽവിയോ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കേണ്ട എഫേർട്ട് നമ്മൾ കൃത്യമായി എടുക്കണം. വിജയം എന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, അതിന് കുറേ കാലത്തെ പരിശ്രമം ആവശ്യമാണ്. അടുത്തത് നിങ്ങളുടെ ലക്ഷ്യം പഠനങ്ങളിലേക്ക് നൽകുക. നിങ്ങൾ ചെയ്യുന്ന ആക്ഷനിൽ മാത്രം നോക്കാതെ പുതിയ പുതിയ അറിവുകൾ നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പുതുതായി നമ്മൾ പഠിക്കുന്ന ഓരോ അറിവും നമുക്കൊരു പുതിയ വഴി തെളിയിക്കാൻ കാരണമാവും. അടുത്ത പോയിൻ്റാണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ കാരണമാകും. അതുവഴി പുതിയ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത പോയിൻ്റാണ് അഡോപ്റ്റ് എ നോട്ട് യെറ്റ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഓരോ തവണ വിജയിക്കുമ്പോഴും ഇതല്ല ഇതിനപ്പുറം ഇനിയും ചെയ്യാനുണ്ടെന്ന ചിന്ത നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഓരോ തവണ നിങ്ങൾ വിജയിക്കുമ്പോഴും ഇതുവരെ വിജയിച്ചിട്ടില്ലെന്നും വിജയം അടുത്താണെന്നുമുള്ള ചിന്ത നിങ്ങളിലുണ്ടാകണം. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകും. അടുത്ത പോയിൻ്റാണ് സറൗണ്ടഡ് യുവർ സെൽഫ് വിത്ത് ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾ. നിങ്ങളൊരു 4 പേരടങ്ങുന്ന ഗ്യാങ്ങാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള 3 പേരും ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾ ആണെങ്കിൽ നിങ്ങളും ഓട്ടോമാറ്റിക്കലായി അങ്ങനെ തന്നെയായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള 3 പേർ നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ആയിത്തീരും. എപ്പോഴും നിങ്ങൾ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരുമായി സൗഹൃദം പങ്കിടുക. അവരിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ആശയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായമാവും. അടുത്ത പോയിൻ്റാണ് സെൽഫ് കമ്പാഷൻ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് അതാലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. അതിൽ നിന്നും പുതിയൊരു അറിവാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഓരോ മിസ്റ്റേക്സും നിങ്ങളുടെ ഓരോ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ മിസ്റ്റേക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുക. 10ാമത്തെ പോയിൻ്റാണ് റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ തെറ്റ് സംഭവിച്ചത് ആ തെറ്റിനെ നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്കൊരു മാറ്റം വേണ്ടത് അവിടെ നിങ്ങൾ കൃത്യമായി മാറ്റം വരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരുവാൻ തുടങ്ങി എന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പെന്നോണമാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ജീവിതത്തിൽ കൃത്യമായ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുക.